ഒറ്റ കാര്യം അറിയാനുള്ളത്, വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. ഇപ്പോൾ വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ഡി അഡിക്ഷൻ റിലേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ന്യൂസോ കാര്യങ്ങളോ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരൊറ്റ ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. അതൊരു പേഷ്യൻ്റാണ് അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളാണ്, അയാൾ ഒരു ചികിത്സാലയത്തിൽ എത്തിക്കുക. പക്ഷേ വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം കറൻ്റ്ലി കോൺട്രവേഴ്സി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് MG ശ്രീകുമാറിൻ്റെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ വേടൻ അറിയപ്പെടുന്നത്. അപ്പോൾ സംഗീതത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ഡ്രഗ് യൂസേജുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിബേറ്റോ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് MG ശ്രീകുമാറിനോട് ഒരു റിപ്പോർട്ടർ വേടനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ MG ശ്രീകുമാർ അതിൽ പറഞ്ഞു, വേടൻ എന്ന് പറയുന്ന ആളെ എനിക്ക് അറിയില്ല. അപ്പോഴേക്ക് പിന്നെ കമൻറ്റിൽ പൊങ്കാല വിളിയാണ്. എന്ന് വെച്ചാൽ വേടൻ്റെ ടോക്സിക് ഫാൻസ് എല്ലാം അവിടെ ചാടി ഇറങ്ങി ഫുള്ള് ചീത്തവിളി നടക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. ഫസ്റ്റ് തിങ്, ഇപ്പം എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് കറൻ്റ്ലി ഉള്ള ഒരു 10 റാപ്പ് സിംഗേഴ്സിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മേലോട്ട് നോക്കും. എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യത്തിന് അറിയില്ല എന്ന് തന്നെയാണ് പറയും. എന്നാൽ 10 ഗായകരെ പേര് പറയാൻ പറയുമ്പോൾ ഞാൻ യേശുദാസ്, MG ശ്രീകുമാർ, ശരത്ത്, വിജയ് യേശുദാസ്, ശ്വേത, ചിത്ര, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഓരോരുത്തരുടെയും ഒരു ടൈപ്പാണ്, ഒരു ഇഷ്ടമാണ്, രീതിയാണ്. എനിക്ക് കുറച്ചും കൂടെ 90s മെലഡി ആയിട്ടുള്ള സോങ് ഒക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ കേൾക്കുന്നതും ആ കാറ്റഗറിയിലുള്ള സോങ്സാണ്. അപ്പം അതും പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു ഏറ്റവും നന്നായി പാടുന്ന ഒരു 10ഓ 20ഓ ആൾക്കാരൊക്കെ ഉണ്ടാവും, എന്ന് വെച്ചാൽ മുൻനിരയിൽ ഉണ്ടാവും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് റാപ്പിലാണെങ്കിലും കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഗായകരെണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനൊക്കെ വന്ന സമയത്ത് ഒരു ലോഡ് പാട്ടുകാരാണ് നമ്മുടെ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും, ഈ ലോകത്തുള്ള എല്ലാവരും വിസിബിൾ ആവണമെന്നൊന്നുമില്ല. ഇപ്പം MG ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാൾ വേടൻ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് അതിനിപ്പോൾ ഇത്രമാത്രം കയറി അതിൽ ചീത്ത പറഞ്ഞ് പൊങ്കാല പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണെന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല. കാരണം എത്ര അതുപോലെ പാടുന്ന ആൾക്കാരുണ്ട്, ഡാപ്സ് എത്ര ആൾക്കാരുണ്ട്. അപ്പം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. ഫാൻസൊക്കെ നല്ലതാണ്, ഫാൻ ഉണ്ടാവും, ഫാൻ ബേസസ് നല്ലതാണ്. പക്ഷെ ടോക്സിക് ഫാൻ ആവാണ്ട് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് വലിയൊരു വിഷയമായൊരു സാധനം. അതിലിപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. പറയില്ല എന്ന് പറയുന്നതിന് മുൻപ് എത്ര സീന് ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുണ്ടോ? വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ കാര്യം ശ്രീകുമാർ പറഞ്ഞതുമായിട്ട് ഞാൻ ക്ലാപ്പ് അടിക്കുന്നു. കാരണം വേടൻ്റെ സ്റ്റേജ് ഷോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം കാണാത്തൊരു വ്യക്തി എന്ന നിലയിൽ ആളുടെ സ്റ്റേജ് ഷോനെ പറ്റി പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും ഇല്ല. റൈറ്റ്, അവിടെ വിഷയം തീർന്നല്ലോ. ആളുടെ സ്റ്റേജ് ഷോ കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക ഈ കഞ്ചാവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്? അതിലൊരു തെറ്റുമില്ല. പിന്നെ ഈ ചാനൽ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിനോട് ഞാൻ പറയുന്നൊന്നുമില്ല. കാരണം ആൾ എഴുതുന്ന, അല്ലെ ആൾ കമ്പോസ് ചെയ്യുന്ന, ആൾ പാടുന്നതൊക്കെ ആളുടെ കഴിവാണ്. അല്ലാണ്ട് ഈ കഞ്ചാവിൻ്റെ സൈഡ് എഫക്റ്റിൽ വരുന്ന ഒരു സാധനമാണ്, അല്ലെ കഞ്ചാവ് രീതിയിൽ വിലയിരുത്തേണ്ട ആവശ്യമില്ല. കഴിവ് ആ വ്യക്തിക്കുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ലഹരി ഉപയോഗമുണ്ട്. അതൊരു തെറ്റായിട്ടുള്ള സാധനമാണ്. ആൻഡ് വേടൻ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ ഉപയോഗം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും അല്ലെങ്കിൽ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതും അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കലയെ ഇതുമായിട്ട് കൂടി കലർത്തണം എന്നൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇല്ല. പിന്നെ മൂന്നാമത്തത്, ഒരാൾ നന്നാവണോ നന്നാവണ്ടേ എന്നുള്ളത് അയാളുടെ ഇഷ്ടം തന്നെയാണ്.
എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസ്, ഞാൻ 3 കൊല്ലമായി ഡി അഡിക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. നിർത്തിയവരും നിർത്താത്തവരും, നിർത്തിയിട്ട് വീണ്ടും കുടിക്കുന്നവരും, എന്നാൽ കുടിച്ച് വീണ്ടും വീണ്ടും വരുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇവരോടാണെങ്കിലും നിർത്തിയവരോടാണെങ്കിലും നിർത്താത്തവരോടാണെങ്കിലും ഇനി ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് സ്വന്തമായി ഒരു ദിവസം കുടി നിർത്തിയ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം നിർത്താനും പറ്റൂ. അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് എടുത്തുകൊണ്ടോ കൗൺസിലിംഗ് എടുത്തുകൊണ്ടോ കാര്യമില്ല. അത് നിങ്ങൾക്കൊരു വഴി തെളിയിച്ച് തരികയാണ്. അത് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണുള്ളത്. അപ്പം ഇവിടെ MG ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പുറമേ ഉള്ളൊരു വ്യക്തിക്കോ വേടനെ പോയി നന്നാക്കാനൊന്നും പറ്റില്ല. വേടൻ നന്നാവണമെങ്കിൽ വേടൻ തന്നെ തീരുമാനിക്കണം. നന്നാവും എന്ന സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് ലഹരി ഉപയോഗം നിർത്തണമെങ്കിൽ. കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് 4 മണിക്ക് എണീറ്റിരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പം എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞൂടാ. അതാണ് എൻ്റെ സത്യം. ശരി, ശ്രീ MG ശ്രീകുമാർ, പൊതുവെ കലാകാരന്മാർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. ഇപ്പൊ താങ്കൾക്ക് അറിയാമല്ലോ, 45 കൊല്ലമായി ഇപ്പൊ MG എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് ഹൃദയത്തിനകത്തുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഇപ്പൊ അകത്താണെങ്കിലും നാടിനകത്താണെങ്കിലും നാടിന് പുറത്താണെങ്കിലും കലാകാരന്മാർക്ക് കിട്ടും. അങ്ങനെ ഒരു പ്രിവിലേജ് ആണ് ഈ കലാകാരന്മാർ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം ഇപ്പോൾ ഈ സിനിമയിലെ പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള തർക്കം നടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള എന്റർടൈൻമെന്റ് ഷോകളിൽ ഈ ലഹരി പരിശോധന ആവശ്യമാണോ എന്നൊരു സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിലെവിടെയാണ് താങ്കൾ നിൽക്കുന്നത്? അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പൊ എഴുത്തായാലും നമ്മുടെ ഡയറക്ഷൻ ആയാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ. അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരരുത്. കാരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഈ മദ്യം ഒരു കലയുടെ ഉള്ളിലോട്ട് ലഹരി വസ്തു കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലഹരി വസ്തു എന്ന് പറയുന്ന ഒരു സാധനം തെറ്റായിട്ടുള്ളൊരു സാധനമാണ്. അത് വളരെ സോഷ്യലായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഫൈനാണോ ഫൈൻ അല്ലയോ എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. പക്ഷെ അധികമായാൽ അമൃതും വിഷമാണ്. പക്ഷേ പണ്ടത്തെ ഇപ്പം ഈ മദ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ലഹരി വസ്തുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറവ് ഉപയോഗത്തിൽ തന്നെ നമ്മൾ അതിലോട്ട് അഡിക്റ്റാക്കി മാറ്റാനുള്ള കഴിവ് ഈ കഞ്ചാവിനാണെങ്കിലും ഈ MDMA-നാണെങ്കിലും ഉണ്ട്. പിന്നെ ഇത് ഞാൻ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം എന്താണ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചറിയാം, ഇത് ഉപയോഗിച്ചാൽ ഭയങ്കര പീസായിരിക്കുന്നു, ഭയങ്കര സമാധാനമായിരിക്കുന്നു പറയും. ഈ MDMA യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, MDMA യൂസ് ചെയ്താൽ ഭയങ്കര ഓണായിരിക്കും എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നട്ടപ്പാതിരാത്രിയും നമ്മളിങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ ഇരിക്കും. ഡാൻസ് കളിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരിക്കും, നമുക്കൊരു ക്ഷീണവും ടയേർഡും ഉണ്ടാവില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജ് പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ റാപ്പ് സോങ് എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയി പാടേണ്ട ഒരു സാധനമാണ്. നമ്മളുടെ ബോഡി ആണെങ്കിലും നമ്മളുടെ മൈൻഡ് ആണെങ്കിലും ഒക്കെ ഒരുപോലെ എനർജറ്റിക് ആയി ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ഷോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവശ്യത്തിൻ്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറത്തായിരിക്കാം വേടനും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ യൂസ് ചെയ്ത് പോകെ ഏതോ ഒരു സ്റ്റേജിൽ പുള്ളി പോലും അറിയാണ്ട് ഇത് അഡിക്ഷനിലോട്ട് മാറിപ്പോയി. പിന്നെ ഇതില്ലാണ്ട് തൻ്റെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എത്തുമ്പോഴാണ് ഇതൊരു പ്രശ്നമാവുന്നത്. എൻ്റെ ചികിത്സാലയത്തിൽ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, കണ്ണൂർ ഭാഗത്തു നിന്ന് വന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തി നന്നായി പാട്ട് പാടും. പുള്ളിയുടെ ഒരു മെയിൻ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ ഉത്സവ പറമ്പിലൊക്കെ പോയി പാട്ട് പാടാം. അപ്പം അന്ന് പാട്ട് പാടാൻ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി മദ്യം ഈ കൊക്കക്കോളേൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പുള്ളിക്ക് കൊടുക്കും. അപ്പോൾ പുള്ളി എന്ത് ചെയ്യും, അതങ്ങ് കുടിക്കും. അപ്പോൾ പിന്നെ എന്താ പെട്ടെന്ന് എവിടുന്നൊക്കെയോ ഇല്ലാത്തൊരു ധൈര്യവും കോൺഫിഡൻസും ആണ് അങ്ങ് പാടും. ഇതിങ്ങനെ കൂടി പോയി മദ്യത്തിൻ്റെ അളവും കൂടി വന്നു. പിന്നെ കറക്റ്റ് പാടാൻ പറ്റാണ്ടായി. പുള്ളിയോട് പറയുന്നതാണ്, പ്രമദവനൊക്കെ ടീച്ചറെ ഒരു പോക്കാണ് 2 അടിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ടെൻഷനാണ് ആൾക്കാരെ കാണുമ്പോൾ. അതിൻ്റെ കൂടെ പാട്ട് പോകുന്നു, മദ്യം കൂടുന്നു. മദ്യം കൂടി വന്നപ്പോൾ പാട്ട് കുറഞ്ഞു വരുന്നു, പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യുന്നു, പ്രോഗ്രാം കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, 10 പാട്ട് പാടാനെടുത്ത് 5 പാട്ട് പാടി നിർത്തുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫുള്ള് കല നഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഓഫീസിലോട്ട് അല്ല എൻ്റെ സ്ഥാപനത്തിൽ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമുക്കൊരു കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്, 1 മണിക്കൂർ. അപ്പോൾ അതിൽ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന ക്ലയൻസിനെ കൊണ്ട് ഞാൻ പാട്ട് ഡാൻസൊക്കെ പഠിപ്പിച്ച് ഒന്ന് റിലീഫാക്കും. അപ്പോൾ ഞാൻ ആദ്യം പുള്ളിനെ പാടാൻ വിളിച്ചപ്പോൾ പുള്ളിക്കൊരു വിറയലുണ്ടായിരുന്നു.
രണ്ടാമത് പാടുന്ന സമയത്ത് പുള്ളി ഈ വിറച്ചിൽ കൂടും. നമ്മൾ ഈ അടി കുടിക്കുന്നവർക്ക് വിറയലുണ്ടാവും, കൂടി ഇവിടെയൊക്കെ വിറയൽ വരും. അത് അറിയില്ല നിങ്ങൾക്ക്, പാടാൻ പറ്റില്ല. പക്ഷെ അവസാനം 25-ാം ദിവസം പുള്ളി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഒരു റെസിഡൻസ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പരിപാടിയിൽ 10, 200, 250 ആൾക്കാരുടെ മുമ്പിൽ പാടിയിട്ട് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇത് യൂസ് ചെയ്യുന്നതിന് കാരണം ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു എനർജി കിട്ടാൻ, ചില ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ, ചില ആൾക്കാർക്ക് ഒരു ഫ്ലോയിൽ പോകാൻ, ചില ആൾക്കാർക്ക് ഒരു പീസ് മൈൻഡിൽ നിൽക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ ഇത് യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ഇത് അഡിക്ഷൻ ആക്കിയിട്ട് നിങ്ങളുടെ കഴിവും നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനത്തിലോട്ട് ഇത് പോകുമെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഇതുപോലെയുള്ള ഓൺ സ്റ്റേജ് പെർഫോമൻസ് അതിഗംഭീരമായി നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ പിൻബലം ആവശ്യമുണ്ടോ? ശ്രീ എം ജി ശ്രീകുമാർ, ഇപ്പോൾ വേടന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു. മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എന്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല. കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. മാത്രമല്ല, എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കയറിക്കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി. കാരണം കയറിക്കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതെല്ലാവർക്കും നിർബന്ധമല്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ചില ആൾക്കാരൊക്കെ എന്താണ് ഇതിനൊന്നും ആവശ്യമില്ലാണ്ട് പാടുന്ന ആൾക്കാരുണ്ട്, അവരുടെ എക്സ്പീരിയൻസ്, കഴിവ്. എന്നാൽ ചില ആൾക്കാർ ഇതിൻ്റെ പുറത്ത് പാടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ പാട്ട് പാടാൻ തീരെ പാട്ടറിയാത്ത ആൾക്കാരെയൊക്കെ ഞാൻ ഒരു 2 പാട്ട് പാടി ചേട്ടാന്ന് പറയുമ്പോൾ എന്നോട് പറയാൻ തരാം, ടീച്ചറെ 2 പെഗ്ഗാ, ടീച്ചർക്ക് ഏത് പാട്ട് വേണമെങ്കിലും ഞങ്ങൾ പാടിത്തരാമെന്ന് പറയും. കാരണം ഇത് കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാലൻ്റ് ഉണ്ട്. നമ്മൾ ഈ കാവ്യാത്മകമായ രീതിയിൽ എഴുതുന്ന ആൾക്കാരൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ, ട്വിങ്കിൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ തിളക്കം സിനിമയിലൊക്കെ കളിയാക്കുന്ന കണ്ടിട്ടില്ല. കൈൻഡ് ഓഫ് ഒരു ഇമാജിനേഷനോ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ തലച്ചോറിലുണ്ടാക്കുന്ന ഡാമേജോ, അല്ലെങ്കിൽ അത് നമ്മൾ അഡിക്ഷനിലോട്ട് കൊണ്ടുപോകുന്നതോ, ശാരീരികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും തിരിച്ചറിയുന്നില്ല. ഇതിന് ഉപയോഗം, ഇത് യൂസ് ചെയ്യാണ്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ടത് അവൈലബിലിറ്റി വ്യത്യാസമാണ്. എന്നുവെച്ചാൽ പണ്ട് നമ്മൾ പഠിച്ച് വളർന്നുകൊണ്ടിരുന്ന സാഹചര്യം, ഇപ്പം ഞാനൊക്കെ എൻ്റെ ഡിഗ്രിയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത്. ചിലപ്പോൾ എൻ്റെ അച്ഛൻ ജോലിക്ക് കയറിയപ്പോഴായിരിക്കും അച്ഛന് ഫോൺ കിട്ടുന്നത്. എനിക്കിനി ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അവളൊരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ എത്തുമ്പോൾ അവളുടെ പഠന ഭാഗമായിട്ട് ചിലപ്പോൾ അവൾക്ക് ഫോൺ കിട്ടുന്ന ഒരു സാഹചര്യം വരും. ഈ വ്യത്യാസമുണ്ട്. അപ്പം ഇന്ന് തലമുറയ്ക്ക് എവിടെ പോയാലും ഏത് സ്ഥലത്ത് ചെന്നാലും ഈ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ഉള്ള ഫ്രീഡവും പിന്നെ പൈസയും ഒക്കെ കാരണം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കും, പിന്നെ അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നും, പിന്നെ ട്രൈ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പണ്ടത്തെ തലമുറയിൽ ഇത് എത്ര അവൈലബിൾ അല്ല, അവരതൊന്നും ഇല്ലാണ്ട് പ്രോഗ്രാം ചെയ്ത് ഇന്ന് ഇങ്ങനെ വലിയ നിലയിലെത്തി. ഇന്ന് അതിൻ്റെ അവൈലബിലിറ്റി വന്നപ്പോൾ അത് യൂസ് ചെയ്തു, പിന്നെ അതിങ്ങനെ അറിയാണ്ട് അഡിക്ഷനിലോട്ട് പോയി. ഒന്ന് യൂസ് ചെയ്താൽ തന്നെ അഡിക്റ്റ് ആക്കാൻ പറ്റുന്ന കഴിവുള്ള സാധനങ്ങളാണ് ഇന്നത്തെ കൈൻഡ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, സിന്തറ്റിക് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ആയി എനിക്ക് തോന്നുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് വരും. ഇന്ന് വരെയും ഈ 45 വർഷമായിട്ട് 4 ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്നു. അതിനുവരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല. സംഗീതമാണ് എൻ്റെ ലഹരി. എം ജി ശ്രീകുമാർ ഒരു ഗായകൻ എന്ന നിലയിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. കാരണം ആളിപ്പോൾ 41 കൊല്ലമായി ഈ ഫീൽഡിൽ നിൽക്കുന്നു, ഇതുവരെ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ലഹരി ഉപയോഗിക്കാണ്ടാണ് പല സ്ഥലങ്ങളിലും പോയി സ്റ്റേജ് പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലഹരി വേണം എന്നൊരു അഭിപ്രായമൊന്നുമില്ല. ലഹരി ഇല്ലാണ്ടും നമുക്ക് കഴിവുണ്ടെങ്കിൽ രസിപ്പിച്ച് ചെയ്യാൻ പറ്റും. സംഗീതമാണ് എൻ്റെ ലഹരി എന്നൊക്കെയാണ് ആൾ പറയുന്നത്. 100% ശരിയാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഗായകരെയാണ് നമുക്ക് മുന്നോട്ട് വേണ്ടതും. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇന്നത്തെ തലമുറയിൽ ഇതിൻ്റെ ഉപയോഗം കൂടി വരുന്നു. വേടൻ മാത്രമൊന്നുമല്ല, എത്രയോ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ കണ്ടെത്തിയ ഒരാൾ വേടനാണെന്ന് മാത്രം. അപ്പം അങ്ങനത്തെ ഈ ശ്രീകുമാർ പറയുന്നത് പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗായകർ ഇനി മുന്നോട്ട് വരട്ടെ. കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കയറിയിട്ടില്ല. ഞാനെന്നല്ല,
എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേട്ടനായാലും ജയേട്ടനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാനാണ്. ദാസേട്ടനാണ് ചെയർമാൻ. ഞങ്ങളുടെ അവിടെ 120 പാട്ടുകാരുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല. കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ്. നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം. ശ്രീകുമാർ പറഞ്ഞ ഈ ഒരു ഡയലോഗ് ഉണ്ട്, സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ്, സരസ്വതി വിളയാടുന്നതാണ് നമ്മളുടെ പാട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അതിൽ തന്നെ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, പഴമക്കാർ എന്ന് പറയുന്നത്. സത്യമാണ്, ഇത് പഴമക്കാരുടെ ഒരു ആശയമാണ്. അല്ലെങ്കിൽ പഴമ ആശയം സ്വീകരിക്കുന്ന ഇന്നത്തെ തലമുറ വിളിക്കുന്ന സോക്കോൾ തന്തവൈബ് തള്ളവൈബുകാരുടെ ആശയമാണ്. ഇത് എത്രത്തോളം പുതിയ തലമുറ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമ്മളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരപ്പോൾ പറയുന്നത് തന്തവൈബ് തള്ളവൈബ്. അപ്പോൾ ആശയങ്ങൾ മാറുകയാണ്, കോൺസെപ്റ്റുകൾ എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് മാറുകയാണ്, ഓരോ കാര്യങ്ങളെ വ്യക്തികൾ കാണുന്ന രീതി മാറുകയാണ്. അതിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന ഔട്ട്കമോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിലോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അത്രയേ ഇവിടെ ഉള്ളൂ. ആ രീതിയിൽ സംഗീതം ദൈവമെന്നും സരസ്വതിയാണെന്നും ഇത് പുണ്യ സ്ഥലമാണെന്നും ഇങ്ങനെ പെർഫോം ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അത് 1700-ലാണെങ്കിലും 1800-ലാണെങ്കിലും 900-ആണെങ്കിലും 2000-ലും വിശ്വസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പോകും. എന്നാൽ അതിൽ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് കരുതുന്ന ആൾക്കാരിൽ ഇത് മുന്നോട്ടും വരും. ഇപ്പം പാട്ടിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഇനി ഡോക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ ഇനി ടീച്ചറിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലഹരി വസ്തു അധികമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടും സാമ്പത്തിക തലത്തിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹികമായിട്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളെ തന്നെ ഒന്നുമല്ലാണ്ടാക്കുന്ന ഒരു രീതിയിലോട്ട് പോകും. ഇപ്പോൾ വേടൻ എന്ന് പറയുന്നൊരു വ്യക്തിനെ എടുത്ത് നോക്ക്. ഇനി എത്രയൊക്കെ പാട്ട് എഴുതിയാലും അന്നും ഇന്നും മൈൻഡിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കഞ്ചാവ് ഉപയോഗിച്ച് പോലീസുകാർ പിടിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ. നമ്മൾ പറയും ചിലപ്പോൾ 10 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ മറയും എന്നുള്ളത്. ഒരാളുടെ മനസ്സിലെങ്കിൽ ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയിലോ ജീവിതത്തിലോട്ടോ ഒന്നും വേണ്ട, നിങ്ങളുടെ ജീവിതത്തിലോട്ട് ലഹരി വസ്തു ഉപയോഗിക്കാണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റേർഡ്.